കെനിയയുടെ ക്യാപിറ്റലായ നൈറോബിയിൽ നിന്ന് 13 കിലോമീറ്ററാണ് നമ്മുടെ മാമ്പ വില്ലേജിലേക്കുള്ള ദൂരം. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഒരു 900 മീറ്റേഴ്സ് റഫ് റോഡ് ഡ്രൈവാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലുള്ള കടലാസ് ചെടിയല്ല, പല കളറിൽ അപ്പോൾ നമ്മൾ മാമ്പ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എൻട്രൻസ് ഫീ കൊടുത്ത് അകത്തേക്ക്. മാമ്പ എന്നാൽ സ്വാഹിലിയിൽ മുതല അഥവാ ക്രൊക്കഡൈൽ എന്നാണ് മീനിങ്. സോ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീട്. Yeah. What's your name? My name is Kita Patel. Namaste. 30 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന മാമ്പ വില്ലേജിൽ 40 നൈൽ ക്രോക്കഡൈൽസ് ആണ് ഉള്ളത്. ഇവിടെയുള്ളത് നൈൽ ക്രോക്കഡൈൽസ് ആണ്. വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റും ആഫ്രിക്കയിലെ ലാർജസ്റ്റും ആണ് നൈൽ ക്രോക്കഡൈൽസ്. കെനിയയിലെ തുർക്കാന തടാകത്തിലാണ് ഏറ്റവും വലിയ നൈൽ മുതലകൾ ഉള്ളത്. നൈൽ ക്രോക്കഡൈൽസ് ശുദ്ധജലത്തിലാണ് അധികവും ജീവിക്കുന്നത്. മുതലകൾ ഫീമെയിലാണോ മെയിലാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്മോൾ സ്റ്റൊമക്കും സ്മോൾ ടെയിലുമാണെങ്കിൽ അതൊരു ഫീമെയിൽ ക്രോക്കഡൈൽ ആയിരിക്കും. അതുപോലെ തിരിച്ച് ബിഗ് സ്റ്റൊമക്കും ബിഗ് ടെയിലുമാണെങ്കിൽ അതൊരു മെയിൽ ക്രോക്കഡൈലും ആയിരിക്കും. വീക്കിലി ഒരു ദിവസം മാത്രമാണ് ഇവിടുത്തെ മുതലകൾക്ക് ഫുഡ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവ അധികം മൂവ് ചെയ്യാറില്ല. വർഷത്തിൽ ഒരിക്കലാണ് ഇവ മുട്ടയിടാറ്. ആ മുട്ടകൾ വളരെ സ്വാദിഷ്ടമാണെന്നും തമാശ രൂപേണ അത് കഴിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ആരോഗ്യം ഇങ്ങനെ നിലനിൽക്കുന്നതെന്നും ആ മുട്ടകൾ എൻ്റെ വയറ്റിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇവയുടെ മുട്ട വിരിയാറാകുന്ന സമയത്തെ ടെമ്പറേച്ചറിനെ ആശ്രയിച്ചാണ് അവ മെയിലായും ഫീമെയിലായും മാറുന്നത്. ആ സമയത്തെ ടെമ്പറേച്ചർ ഹോട്ടാണെന്നുണ്ടെങ്കിൽ മെയിലായും കോൾഡ് ആണെന്നുണ്ടെങ്കിൽ ഫീമെയിലായും മാറും. മുതലകളുടെ ഏജിനനുസരിച്ച് അവയെ 3 ഗ്രൂപ്പായിട്ട് 3 പോണ്ടുകളിലായിട്ടാണ് വിട്ടിട്ടുള്ളത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ വലിയ മുതലകൾ ചെറിയ മുതലകളെ ഭക്ഷിക്കും. അത് തടയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഏജിനനുസരിച്ച് അവയെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. 7 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള ക്രോക്കഡൈലിനെ ലിറ്റിൽ ബേബി ക്രോക്കഡൈലായും 13 മുതൽ 24 വയസ്സ് വരെയുള്ളതിനെ ടീനേജറായും 24 വയസ്സിന് മുകളിലുള്ള ക്രോക്കഡൈൽസിനെ അഡൽട്ട് ക്രോക്കഡൈലായും പരിഗണിച്ച് 3 വ്യത്യസ്ത പോണ്ടുകളിലായാണ് അവയെ ഇട്ടിട്ടുള്ളത്. ബൈ ചാൻസ് മുതല ആരെങ്കിലും കടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും അതിൻ്റെ വായ തുറക്കാനായിട്ട് പറ്റത്തില്ല. അതിന് ശ്രമിക്കുന്നതിന് പകരം അതിൻ്റെ കണ്ണിൽ കുത്തിയാൽ അത് ഉടൻ തന്നെ വായ തുറക്കുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് രക്ഷപ്പെടാവുന്നതാണ്. ഉരകവർഗത്തിൽപ്പെടുന്ന ശീതരക്തമുള്ളൊരു ജീവിയാണ് മുതല. വെള്ളത്തിന് സമീപമോ ജീവിക്കുന്ന ഇവ കരയിലാണ് മുട്ടയിടുന്നത്. ശൽക്കങ്ങളാൽ പൊതിയപ്പെട്ടിരിക്കുന്ന ഇവയുടെ ശരീരത്തിൻ്റെ താപനില അന്തരീക്ഷ താപനിലയ്ക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. പ്രായപൂർത്തിയായ ആൺ നൈൽ മുതലകൾക്ക് 3.5 മുതൽ 5 മീറ്റർ വരെയാണ് നീളമുള്ളത്, അഥവാ 11 അടി 6 ഇഞ്ച്. അതിൻ്റെ വെയിറ്റ് വന്നിട്ട് 225 കിലോ മുതൽ 780 കിലോ വരെയാണ് ഭാരം ഉണ്ടാവുന്നത്. മുതലകളുടെ ആയുർദൈർഘ്യം വന്നിട്ട് 80 മുതൽ 100 വയസ്സ് വരെയാണ്. പുരുഷ മുതലകളെ അപേക്ഷിച്ച് സ്ത്രീ മുതലകൾ പുരുഷ മുതലയേക്കാൾ 30% ചെറുതായിരിക്കും. മുതലകൾ സാധാരണ പതിയിരുന്നാണ് ആക്രമിക്കാറ്. ആക്രമണത്തിന് അനുയോജ്യമായ നിമിഷത്തിനു വേണ്ടി മണിക്കൂറുകളോ ദിവസങ്ങളോ ആഴ്ചകളോ പോലും ഇവ കാത്തിരിക്കും. മുതലകൾക്ക് 3 വർഷം വരെ ഒരു ഭക്ഷണവും കഴിക്കാതെ ജീവിക്കാനായിട്ട് സാധിക്കും. മുട്ട വിരിഞ്ഞ് കുഞ്ഞായി കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കുന്ന ചുമതല പുരുഷ മുതലകൾക്കാണ്. മൃഗരാജ്യത്തിലെ ഏറ്റവും ശക്തമായ കടിയാണ് മുതലകൾക്കുള്ളത്. നൈൽ മുതലകളും വ്യത്യസ്തമാണ്. വലിയ വെള്ള സ്രാവിനേക്കാൾ 8 മടങ്ങ് ശക്തിയും റോഡ് വീലറിനേക്കാൾ 15 മടങ്ങ് ശക്തിയിലുമാണ് മുതലകൾ കടിക്കാറ്. താടിയെല്ലുകൾ അടയ്ക്കുന്നതിനുള്ള ശക്തമായ പേശികളുണ്ടെങ്കിലും അവ തുറക്കുന്നതിനായിട്ട് ചെറുതും ദുർബലവുമായ വ്യത്യാസമുണ്ട്. പെൺമുതലകൾ ശ്രദ്ധേയമായ മാതൃപരിചരണം പ്രകടിപ്പിക്കുന്നു. പുതുതായി വിരിഞ്ഞ കുഞ്ഞുങ്ങളെ ഒരു നഴ്സറി പൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരുടെ കൂറ്റൻ താടിയലുകൾ ഉപയോഗിച്ച് അവയെ കൊണ്ടുപോകുന്നു. മുട്ട വിരിഞ്ഞ് ഉണ്ടാകുന്ന മുതലക്കുഞ്ഞുങ്ങളുടെ ലിംഗം നിർണ്ണയിക്കുന്നത് മുട്ടകൾ വിരിയുന്ന താപനിലയ്ക്ക് അനുസരിച്ചാണ്.
30 ഡിഗ്രി സെൽഷ്യസിലോ അതിൽ താഴെയോ താപനിലയിൽ അവർ കൂടുതലും സ്ത്രീകളായിരിക്കും. എന്നാൽ 31 ഡിഗ്രി സെൽഷ്യസിൽ അവ മിശ്രണം ചെയ്യും. 32 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അവയിൽ കൂടുതലും പുരുഷന്മാരായിരിക്കും. അതുപോലെ തന്നെ ഉരകങ്ങളിൽ ഏറ്റവും കൂടുതൽ ശബ്ദം പുറപ്പെടുവിപ്പിക്കുന്നത് മുതലകളാണ്. 2 മണിക്കൂറോളം ശ്വാസം അടക്കി പിടിച്ച് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാനുള്ള കഴിവും മുതലകൾക്ക് ഉണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ടൊർട്ടോയ്സിനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ടൊർട്ടോയ്സിൻ്റെ ശരാശരി ആയുസ് സാധാരണ 90 വർഷം മുതൽ 180 വർഷം വരെയാണ്. എന്നാൽ ഇന്ത്യയിൽ ഒരു ആമ 225 വയസ്സ് വരെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഇതൊരു മാൻമെയ്ഡ് ആയിട്ടുള്ളൊരു ലേക്കാണ്. ഇത് ആഫ്രിക്കയുടെ മാപ്പിൻ്റെ ഷേപ്പിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു പുല്ലൊടിച്ച് വയ്യ, അപ്പോൾ അത് വരും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ ആഫ്രിക്കൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.